Hi everyone, good morning, greetings and welcome to A3 Generation. ഇന്ന് നമ്മളൊന്ന് പുറത്തു പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ഇന്ന് എന്തൊക്കെ കാണിച്ചു തരാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. സോ കം വിത്ത് മീ. എൻ്റെ കാറ് പാർക്ക് ചെയ്തിരിക്കുന്നത് വെളിയിലാണ്. ഇതാണ് കേട്ടോ നമ്മളുടെ മാവ്. ഇത് കാർ ഷെഡ്, ഇത് പ്ലാവ്. ഇതാണ് എൻ്റെ കാറ്. അതൊരു വലിയ 5 സ്റ്റാർ ഹോട്ടലാണ് കേട്ടോ. ഞാൻ അന്നേരം കാണിച്ചില്ലേ, സ്റ്റെർലിംഗ് ഹോട്ടൽ എന്തോ. ഇത് മണിപ്പാൽ. അതിൻ്റെ ഇപ്പുറത്ത് നമ്മളുടെ ലീല പാലസ്. ലീല പാലസ് നിറച്ച് മരങ്ങളായതുകൊണ്ട് നമുക്ക് ശരിക്കുള്ള വ്യൂ കിട്ടുന്നില്ല, ഫുൾ മരമാണ്. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഇന്ദിരാനഗർ 80 ഫീറ്റ് റോഡിലാണ് കേട്ടോ. എൻ്റെ ബാക്കിൽ കാണുന്നതാണ് നമ്മുടെ എംപയർ ഹോട്ടൽ. ഈ സ്ട്രീറ്റ് ഇന്ദിരാനഗറിൻ്റെ ഒരു ഫുഡ് സ്ട്രീറ്റാണ് കേട്ടോ. KFCന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യും. KFC മുതൽ അങ്ങോട്ടും ഒത്തിരി ഉണ്ട്. നമ്മൾ വന്നിരിക്കുന്നത് ഇവിടെയാണ് കേട്ടോ. കായ ക്ലിനിക്, സ്കിൻ ഹെയർ ബോഡി എഴുതിയിട്ടുണ്ട്. എൻ്റെ അപ്പോയിൻമെൻറ്റ് അറ്റ് 11 o'clock ആണ്, പക്ഷേ ഞാൻ വേഗം എത്തി. അപ്പോൾ ക്ലിനിക്കിൽ കയറുന്നതിന് മുൻപ് ഞാൻ വിചാരിച്ചു എംപയറിൽ കയറി ഒരു നല്ലൊരു മിൽക്ക് ഷേക്ക് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അതല്ലെങ്കിൽ നമ്മൾക്ക് കഴിയുമ്പോഴേക്കും വിശക്കും. അപ്പോൾ നല്ലൊരു മിൽക്ക് ഷേക്ക് കഴിച്ചിട്ട് പോകാം. നമ്മൾ എംപയറിൽ കയറി നോക്കി, പക്ഷേ ഇവിടെ 11 o'clock ആയിട്ട് ജ്യൂസ് കൊടുക്കാൻ തുടങ്ങുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു നമുക്കൊരു ദോശ കഴിക്കാൻ നോക്കും. ഇതിൻ്റെ പേര് ഡിഫിൽറ്റർ കോഫി എന്നാണ് കേട്ടോ. ഡിഫിൽറ്റർ കോഫി പേര് നോക്കാം. ഇത് സിസ്റ്റമാണ് കേട്ടോ. നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ നമ്മൾക്കിവിടെ കൗണ്ടറിൽ ചൂട് ദോശ എടുത്തിട്ടുണ്ട്. കിച്ചൺ കൗണ്ടറിന് ചുറ്റും പ്ലേറ്റ് വെച്ചിട്ട് അവിടെ ചൂടോടുകൂടി സെർവ് ചെയ്യുകയാണ്. നേരമായി, പക്ഷെ ഇതൊരു ദോശ വന്നിട്ടില്ല കേട്ടോ. നല്ല ക്യൂ ആണ്, നല്ല തിരക്കുണ്ട്. നമ്മളുടെ ടോക്കൺ നമ്പർ ആയിട്ടില്ല. ഫൈനലി നമ്മുടെ ദോശ വന്നു കേട്ടോ. ദോശ നല്ല ടേസ്റ്റ് ഉണ്ട്. ചട്നിയൊക്കെ നല്ല അടിപൊളി ചട്നി. ഇച്ചിരി എരിവുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ചായയും സൂപ്പർ.
ഇത് ഫിൽറ്റഡ് കോഫിയിൽ നമ്മൾ ഇരുന്ന് കഴിക്കാൻ നോക്കി കേട്ടോ. കൗണ്ടറിൽ തന്നെ ചെയ്യാൻ പറ്റും നമുക്ക്. വേഗൻ ഫുഡാണ് കേട്ടോ ആ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്നത്. വേഗൻ ലൂസി സൂസി 560 നോട്ട് 75 ഇതൊക്കെ റെസ്റ്റോറൻറ്റ്സ് ആണ് കേട്ടോ. സമയമായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് കായലിലോട്ട് തന്നെ കയറാം. അപ്പോൾ ഞാനിന്ന് നമ്മളുടെ കായലിലോട്ട് കയറാൻ പോവാണ് കേട്ടോ. നമ്മളുടെ സെക്കൻഡ് ട്രീറ്റ്മെന്റ് ഇന്നാണ്. ട്രീറ്റ്മെന്റ് എന്നൊന്നും പറയുന്നില്ല കേട്ടോ, ഇത് ക്ലിനിക്കൊന്നും അല്ല, ബ്യൂട്ടി പാർലർ തന്നെയാണ്, ഫേഷ്യലാണ്. ഇവരൊരു ഹെൽത്ത് ഡ്രിങ്ക് കൊണ്ടുതരും കേട്ടോ. നമ്മൾ വന്നു കഴിയുമ്പോൾ റിഫ്രഷ് ആവാൻ വേണ്ടി ഒരു ഹെൽത്ത് ഡ്രിങ്ക് കൊണ്ടുവരും. അത് കൊണ്ടുവരുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഇപ്പോൾ നമ്മുടെ കായ ഡ്രിങ്ക്. ഇവിടെ എപ്പോൾ വന്നാലും ഈ ഹെൽത്ത് ഡ്രിങ്ക് ഇത് തരും. തണുപ്പാണ് വരുന്നത്. നല്ലൊരു കുടിച്ച് കഴിയുമ്പോൾ നമ്മൾ നല്ല റിഫ്രഷ് ആവും. എന്തൊക്കെയോ മസാല പട്ടയോ എന്തിൻ്റെയൊക്കെയോ ടേസ്റ്റ് ഉണ്ട്. നല്ലൊരു ടേസ്റ്റാണ്. അതങ്ങ് ഇറങ്ങുമ്പോൾ ഉണ്ടല്ലോ നല്ലൊരു തണുപ്പും നല്ല സുഖമാണ് കേട്ടോ ഇത് കുടിക്കാനായിട്ട്. ഞാനെപ്പോൾ വന്നാലും ചോദിച്ചു, നമ്മൾ വരുമ്പോൾ തന്നെ വരും. കുറച്ച് നേരം ഇരിക്കുകയാണെങ്കിൽ ഞാൻ സെക്കൻഡ് വൺ കൂടെ ചോദിക്കും. കുടിച്ചിട്ട് നമുക്ക് കുറേ നേരം നല്ലൊരു ഫീലിംഗ് ആണ്. കായ എന്ന് പറഞ്ഞാൽ ഒരു ജാപ്പനീസ് ക്ലിനിക്കാണ് കേട്ടോ. സ്കിൻ ആൻഡ് ഹെയറിൻ്റെ ഒരു ക്ലിനിക്കാണ് ഈ കായ എന്ന് പറയുന്നത്. ക്ലിനിക്ക് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ക്ലിനിക്ക് മാത്രമല്ല, ബ്യൂട്ടി പാർലർ കൂടിയാണത്. ഇവിടെ ഇരുന്ന് നമ്മളുടെ ഹോംലിയുടെ ലൈവ് കാണുവാണ്. ഹോംലിക്ക് സന്തോഷമുണ്ട്, ഏറ്റവും രീതിയിലെങ്കിലും സങ്കടവുമില്ല. കായ സിഗ്നേച്ചർ ഗോൾഡ് ഫേഷ്യലാണ് ഇന്ന് ചെയ്യുന്നത്. ഇത് MDM മെഷീൻ, മറ്റേത് മൈക്രോ ഇലക്ട്രിക് മസാജർ കേട്ടോ. അത് നമ്മളുടെ സാധനങ്ങളൊക്കെ കബോർഡിൽ വെച്ചിട്ട് നമുക്കത് ഇങ്ങനെയൊരു ബ്രേസ്ലെറ്റ് തരും. നമ്മളുടെ ബാഗൊക്കെ വെച്ച് ലോക്ക് ചെയ്തിട്ട് ആ കീ നമ്മളുടെ കയ്യിലിട്ട് ബ്രേസ്ലെറ്റ് ആക്കി തരും. അപ്പോൾ കായ സിഗ്നേച്ചർ ഗോൾഡ് ട്രീറ്റ്മെൻറ്റാണ് ഇന്ന് തരുന്നത്. നമ്മളുടെ ഇന്നത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു.